ഉഷയാണോടിയത്? ആനേ. ആ ഞാനേ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വരാം. നിങ്ങൾ പണി തുടങ്ങിക്കോ. ഓ ആയിക്കോട്ടെ. അതാരുടെ ഒരു കോറസ്? അതൊരു പുതിയ പെണ്ണാ മുതലാളി. അപ്പൊ കഞ്ഞി എനിക്ക് വേണ്ട. ഇപ്പൊ ഇങ്ങോട്ട് വരും. Dame tu cosita, dame tu cosita, dame tu cosita. ഉഷേ സുഖം തന്നെ. അയ്യോ കൊറേ നാളായി കണ്ടിട്ട് കേട്ടാ. ഒരച്ചെടുത്ത് കളഞ്ഞു. ഇന്നലെ കൂടി കണ്ടതേ ഉള്ളു കളവൻ. അല്ല ഒന്നുമില്ല, ഞാൻ പറയായിരുന്നു. അയ്യോ അതേ പോണു. അല്ല അല്ല മുതലാളി ഇത് നമ്മുടെ ഭവാനി ഓ തന്നെ തന്നെ. അയ്യോ പണ്ട് ഇവിടെ കൊയ്ത്തുള്ള സമയത്ത് ഈ ഭവാനി എന്തോരം ചുറുചുറുക്കോടാ ജോലി. നമ്മള് കൊരങ്ങന്നാ അന്ന് വിളിക്കണത്. ട്രാക്ടറിന്റെ മണ്ട കയറും, പേരൊക്കെ പറിക്കും. ഭവാനിയുടെ അതേ മുടി എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഭവാനിയുടെ അമ്മയില്ലേ അമ്മൂമ്മ, അവളുടെ ചുറുചുറുക്കാണ് ചുറുചുറുക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലേ. അതുകൊണ്ട് ഇവിടെ മേലെ കിടക്കും. അതൊന്ന് ഓർത്ത് നോക്കിയതാ ദൈവമേ. 3 തലമുറയുടെ പുറകെ കിടന്ന കാമദേവനെ കണ്ടു. അല്ല ഞാൻ കാര്യങ്ങൾ പറയാന്നു, പണിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയാ. ഞാനേ കോഴിക്കോട് നിന്ന് വന്നപ്പോ കുറച്ച് പിസ്ത കൊണ്ടുവന്നിട്ടുണ്ട്. വന്നാ നമുക്കത് അകത്തിരുന്ന് കഴിക്കാം. എവിടേക്ക് പോണു? അല്ല കോഴിക്കോട്ടെ പിസ്ത തിന്നണ്ടേ? കോഴിക്കോടത്തെ പിസ്ത, കാസർഗോഡത്തെ ബദാം എന്നിട്ട് ചിത്ര 3 ദിവസമാണ് പനിച്ചു ചേർന്നത്. അതെന്ന് പറഞ്ഞാലേ നീ കഴിക്കാതിരിക്കത്തുള്ളോ? എടി പിസ്ത വേണ്ടേടി. പിസ്ത വേണ്ട, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിസ്ത അവിടെ നിന്ന് വളിക്കും. വലിച്ചോട്ടെ, കുഴപ്പമില്ല. വേറെ പെണ്ണുങ്ങളൊന്നും പണിക്ക് വന്നില്ലേ? അവരൊക്കെ നാളെ വരും, ഞാൻ വേഗം വന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉഷ ഇച്ചിരി ഫാസ്റ്റ് തന്നെ. കുഴപ്പമില്ല. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സ്വീറ്റ് 80 പിറന്നാള്. അപ്പൊ ഭയങ്കര ആഘോഷമാക്കണമെന്ന് ഒരേ നിർബന്ധം. ആർക്ക്? എനിക്ക്, അല്ലാണ്ട് എനിക്ക് ആരും. എന്തോരം വലിയ വീടാ മുതലാളി. ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? കൂട്ടിനാരെങ്കിലും ഒക്കെ വേണ്ടേ? ദൈവമേ, ഇത് സങ്കടമാണോ ക്ഷണമാണോ? അവളുടെ ടോണ് നീ ശ്രദ്ധിച്ചില്ലേ? എന്നെ ടോണിക്കാരി പിടിക്കണ്ട, അവൾ അങ്ങനെ പറഞ്ഞതല്ല. ഭാര്യ വെച്ചപ്പിന്നെ പുള്ളി ഒറ്റയ്ക്കാടി. അപ്പൊ മക്കളൊക്കെ വെച്ച് ചവിട്ടി പുറത്താക്കിയില്ലേ? മക്കളെയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന മോശമല്ലേ മുതലാളി? എടി അവന്മാർ എന്നെ ചവിട്ടി പുറത്താക്കി. എന്തിന്? കയ്യിലിരിപ്പ് പിള്ളേരെ കുറുക്കെടുത്ത് കുടിക്കുക, പിള്ളേരെ പലഹാരം എടുത്ത് കഴിക്കുക, താടിക്കിട്ട് തട്ടാ, സൈകിട്ട് ചവിട്ടി പുറത്താക്കി. എടി എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ഈ കടപ്പലഹാരം കാണുമ്പോ ഭയങ്കര ആർത്തിയാണ്. പ്രത്യേകിച്ച് ക്രീം ബിസ്ക്കറ്റിന്റെ നടുക്കത്താ വെള്ളയില്ലയോ, അത് കണ്ടാ ഞാൻ നക്കും. അങ്ങനെ നക്കിയിട്ട് ഞാൻ ഫെവിക്കോളും വെച്ച് അടച്ചു വെച്ച് ഇപ്പൊ കൊച്ചുമക്കളുടെ ഒക്കെ വാ അടഞ്ഞുപോയി. അതുകൊണ്ട് മരുമോളുണ്ടല്ലേ ചട്ടുകത്തിന് പൊള്ളിച്ചിവിടെ. സത്യം നിങ്ങൾ നോക്കി. പണ്ട് നല്ലോണത്തിൽ ജീവിച്ച മനുഷ്യനാണ്. എന്തോ എവിടെയോ അടികെട്ടി കിളി പോയതാന്ന് തോന്നുന്നു. പണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. എന്തോരത് ആ ഭാഗത്തൊക്കെ പശുവും തൊഴുത്തും ആടും. പശുവിന്റെ കാര്യം പറയരുത്. അമ്മണി പശു കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. പശു കാരണം അച്ഛൻ മരിച്ചെന്നോ? ആ പണ്ട് എനിക്കാണെങ്കിൽ ചോരത്തിളപ്പുള്ള പ്രായം. ഇപ്പൊ തിളപ്പില്ലേ? ഇപ്പൊ തിളച്ച് വറ്റിയ സമയത്ത് എനിക്കൊരു ഫുള്ള് കിട്ടി. ഞാൻ തൊഴുത്തി ചെന്നപ്പോ എന്തുവാ അമ്മിണി പശു അയവെട്ടുന്നു. എനിക്ക് വേറെ കമ്പനി ഇല്ലാത്തോണ്ട് ഞാനൊരു 390 അമ്മിണി പശുവിന് ഒഴിച്ചങ്ങ് കൊടുത്തു. അടിച്ചു പൂസായ അമ്മിണി പശു 2 കാലിന് വീട്ടിൽ വന്ന് കയറിയെന്ന്. 4 കാലെന്നല്ലേ പറയാറ്? എടി അത് മനുഷ്യന്മാരടിക്കുമ്പോഴാണ് 4 കാലില്, പശു ആവുമ്പോ 2 കാല്. എന്നിട്ട് അടിച്ചു പൂസായ നേരെ വന്നിട്ടേ കട്ടിലി കിടന്ന എന്റെ അച്ഛന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് ഈ പശു പറയുവാണേ, എന്റെ പാല് വിറ്റല്ലേടാ നീ വീടുണ്ടാക്കിയ സ്വത്തിന്റെ പാതി കൊടുക്കാൻ. സ്വത്തിന്റെ പാതി കൊടുക്കാത്തതിന് പശു അച്ഛന്റെ വായിലിട്ട് ഒറ്റ ചവിട്ട്. പിറ്റേ ദിവസം പശുവിന്റെ കുളമ്പി നമ്മൾ കൊണ്ട് വായിക്കരിയിട്ട്. കുളമ്പിൽ ആരെങ്കിലും കൊണ്ടുപോയി വായിക്കരി ഇടുവോ മുതലാളി? എടി പശു ചവിട്ടിന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെ വാ പശുവിന്റെ കുളമ്പി ഇരിക്കുവാണ്. ചേച്ചി എവിടെ പോന്ന്? ഈ പല്ല കളവനെ ഞാൻ കൊല്ലാത്ത എന്താന്ന് എനിക്ക് 2 പെമ്പിള്ളറിലോണ്ടാ. മാറി ഇരിക്കും, അങ്ങോട്ട് അങ്ങനെ വരും. ഞങ്ങള് പണിയെടുത്തോട്ടെ. ഹരിചന്ദന മലരിലെ മധുവായി. നീ ആ ചാക്കെടുത്തിട്ട് ആ മുളക് ഉണ്ടാവും, അതിൽ അങ്ങോട്ട് എടുത്തിട്ട്. എടി ഈ കിളവന്റെ കയ്യിൽ പൂത്ത കാശിരിക്കണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ ആര് നിൽക്കാനാ ഇതിനൊക്കെ? എന്തോ ചെയ്യാനേ, ചിങ്ങേരൊക്കെ മര്യാദ പഠിപ്പിക്കാനേ നല്ലൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പ്? ചേച്ചി എന്റെ കൂടെ നിന്നാ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റോളാം. എനിക്ക് പേടിയാണ്. സമയം എത്രയായി? സമയം 10:30. നീയൊക്കെ ഇവിടെ പണി ചെയ്യാനാണോ വന്നേ? അല്ല, തുടങ്ങണ്ടേ? തുടങ്ങണം. അവളോട് പറഞ്ഞാ? ഇല്ല പറഞ്ഞില്ല. ഞാൻ സാധനം എടുത്തോണ്ട് വരാൻ. തുടങ്ങണം. ദാണ്ട ചേച്ചി, ഞാനൊന്നും ഇല്ല കേട്ടോ. എന്റെ കെട്ടിയോനെ രാജീവിനെ ഒന്നും എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. അവളൊരു മാന്യത്യാ നിൽക്കണം. അതെ, ഇതെന്തെങ്കിലും അവിടെ കിടന്ന് കാണിക്കും. അതിനൊന്ന് നിന്ന് തന്നാ മതി കേട്ടോ.
എന്താ ബാക്കി ചേച്ചി? അയ്യോ ദേവന് ദേവന് തുടങ്ങാം തുടങ്ങാം ആ, ആ. തുടങ്ങാം ചേച്ചി ഞാനില്ല, ചേച്ചി അങ്ങോട്ട് ചെല്ല്. അപ്പൊ എറിപ്പന്ത് കളിക്കാൻ നീ ഇല്ലേ? ഇത് ഇതായിരുന്നു. പിന്നെ നീ എന്തൊരു കരുതിക്കൊണ്ടിരുന്നത്? അതെ എറിയുമ്പോ വേദന ഉണ്ടെങ്കിൽ പറയരുത്, വന്ന് തടവി കളയും. എന്നാ എറി, 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 നല്ല രീതി എറിഞ്ഞു കേട്ടി. എറി, എറി. കണ്ടില്ല കണ്ടില്ല. ഉഷേ മാറിക്കോ ചേച്ചി. ഉഷേ ഇന്ന് നിന്റെ മേലരയ്ക്കും, ഇന്ന് നിന്റെ മേലരയ്ക്കും. വേണ്ട 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 വേണ്ട. അയ്യോ. തടവിത്തരാം. ആ, എന്റെ കാല്. അയ്യോ ചേച്ചിയുടെ കാല്, അയ്യോ എന്റെ കാല്. കാലെന്താ? കാല് മുറിഞ്ഞ് ചോര. മുതലാളി വേഗം ഒന്ന് വാ. ചോര 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 ചോര. നീ എടുത്തിട്ട് വാ. കാണാത്തോണ്ടാ ചോര ഉണ്ട് മുതലാളി. അയ്യോ തുണി എടുത്ത് തുണി എടുക്ക, തുണി എടുക്ക. നീ ഏത് തുണിക്കട പോയി? ഞാൻ അയ്യോ ആ മുണ്ടി കഴിച്ചതാ. ഇങ്ങോട്ട് താ മുതലാളി. കെട്ട് കെട്ട് ഇങ്ങോട്ട് വാ. കെട്ട് 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 കെട്ട്. ആ കാല് കെട്ട് 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 നിന്റെ കെട്ട്. കെട്ടിയോ എന്തായാലും പറയോടി. അതല്ല കാല് കെട്ട് മുതലാളി. അയ്യോ അയ്യോ ആ ആ ആ. അയ്യോ ഞാൻ വെറും കിഴങ്ങനാണെന്ന് കരുതിയോടി വീഡിയോ എടുക്കുന്നല്ലേ? എനിക്ക് മനസ്സിലായി, മറ്റേ പാട്ടിടാനല്ലയോ നീ വീഡിയോ എടുത്തോ. നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക. കാത്തിരുന്നല്ലോ കാത്തിരുന്നല്ലേ. കാല് ഭയങ്കര നീ ലിറിക്സിൽ കയറി അങ്ങ് പിടിക്കില്ലേ? എടി എഴുന്നേക്കടി, നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുക്ക. പറ ചേച്ചി. ക്യാപ്ഷൻ പറയട്ടെ മുതലാളി. ആ പറഞ്ഞോ. കട്ടപ്പനയിലെ വീട്ടിൽ വെച്ച് ആ ജോലിക്ക് വന്ന യുവതിയുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയ വൃദ്ധൻ പിടിയിൽ നിങ്ങൾ ഞാനോ?